അപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിംസിൻ്റെ പ്രോബ്ലംസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ലെക്ചറിൽ. ഈ ലെക്ചറിൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിമിൻ്റെ സെക്കൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ദ ഫിഗർ ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. The flexural rigidity EI is same in all members. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു പോർട്ടൽ ഫ്രെയിമാണ്. എ എൻഡ് ഫിക്സ്ഡ് ആണ്, ഡി എൻഡ് ഫിക്സ്ഡ് ആണ്, ബി ഒരു ജോയിൻറ്റും സി ഒരു ഹിഞ്ച്ഡ് എൻഡും ആണ്. ഓക്കെ, അപ്പോൾ എ മുതൽ ബി വരെ ഉള്ളതിൽ 4 മീറ്ററാണ് സ്പാൻ വരുന്നത്, ബി മുതൽ സി വരെ ഉള്ളതിൽ 4 മീറ്ററാണ് സ്പാൻ വരുന്നത്. ഇനി ബി ഡി എന്ന് പറഞ്ഞാൽ ഒരു കോളം മെമ്പറാണ്, വെർട്ടിക്കലായിട്ടുള്ള ഒരു കോളം മെമ്പറാണ്. അതിൻ്റെ അകത്ത് ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ സ്പാൻ വന്നിട്ട് 4 മീറ്ററാണ്. ഇനി എ ബിയുടെ നടുക്കായിട്ട് സെൻട്രലായിട്ട് ഒരു 60 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ബി സിയിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് 30 kN/m. ഓക്കെ, ഇനി ഈ ഒരു ബീമിൻ്റെ എല്ലായിടത്തും ഫ്ലെക്സറൽ റിജിഡിറ്റി EI ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എ ബി എടുക്കുമ്പോഴും ഇയും ഐയും തന്നെയാണ്, ബി സി എടുക്കുമ്പോഴും EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇവിടെയും EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2i എന്നൊക്കെ തരുന്നതിന് പകരം എല്ലായിടത്തും ഒരേ ഫ്ലെക്സറൽ റിജിഡിറ്റി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, EI ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നേക്കുന്ന പോർട്ടൽ ഫ്രെയിമിനെ എ ബി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക, ബി സി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക, ബി ഡി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് കോളം മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എ ബി വരക്കാം. എ മുതൽ ബി വരെയുള്ള ബീമിനെ നമ്മൾ ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തു. അതിൻ്റെ നടുക്ക് ഒരു 60 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് 4 മീറ്ററാണ്. ഓക്കെ, ഇതേപോലെ ബി സി എന്നുള്ളതിനെ ഒരു ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തു. അതിൻ്റെ അത് 30 kN/m യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പാൻ 4 മീറ്ററാണ്. ഓക്കെ, ഇനി അടുത്തത് ബി ഡി എന്നുള്ളത് ഫിക്സഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തു. പക്ഷേ അതിനകത്ത് ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക, ഇത് വെച്ചിട്ട് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് 0 ആയിരിക്കും. എം എഫ് ബി ഡിയും എം എഫ് ഡി ബിയും 0 ആയിരിക്കും, കാരണം ഈ ഒരു കേസിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് നോക്കാം. ആദ്യത്തതിൽ എ ബി എന്ന് പറയുന്ന സ്പാനിൽ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെൻ്റ് ആണ് MF എ ബിയും MF ബി എയും. അപ്പോൾ MF എ ബി എന്ന് പറഞ്ഞാൽ -L/8, മറ്റേത് MF എ ബി എന്ന് പറയുമ്പോൾ -WL/8, MF ബി എന്ന് പറയുമ്പോൾ WL/8. ലോഡ് 60 kN ആണ്, സ്പാൻ 4 മീറ്ററാണ്. ഡിവൈഡ് ബൈ 8 ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -30 kN/m MF ബി എ 30 kN/m കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ബി സി എന്ന് പറയുന്ന സ്പാനിൽ, ബി സി എന്ന് പറയുന്ന യു ഡി എൽ ആക്ട് ചെയ്യുന്ന സ്പാനിൽ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ ആക്ട് ചെയ്യുന്ന MF ബി സിയും MF സി ബിയും ആണ്. അതിൻ്റെ ഇക്വേഷൻ -WL²/12 +WL²/12 ആണ്. യു ഡി എൽ 30 ആണ്, സ്പാൻ 4 മീറ്ററാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -40 kN/m 40 kN/m കിട്ടും. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ബി ഡി എന്ന് പറയുന്ന സ്പാനിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് ബി ഡിയും MF ഡി ബിയും ആണ്. അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് തന്നേക്കുന്ന ഈ കംപ്ലീറ്റ് പോർട്ടൽ ഫ്രെയിമിനെ ഓരോ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ആദ്യം എ ബി എന്ന് പറയുന്ന ഡയഗ്രം കൺസിഡർ ചെയ്യുക, ബി സി എന്ന് പറയുന്ന ഡയഗ്രം കൺസിഡർ ചെയ്യുക, ബി ഡി എന്ന് പറയുന്ന ഡയഗ്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന ഓരോ പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യം സ്പാൻ എ ബി ഞാൻ എന്താ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പാൻ എ ബിയിൽ എ ഫിക്സ്ഡ് എൻഡും ബി എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ആണ്. നടുക്കൊരു ലോഡ് 60 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പാൻ വന്നിട്ട് 4 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ സ്പാൻ എ ബിയിൽ ഫ്ലെക്സറൽ റിജിഡിറ്റി EI എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്ത് 4 മീറ്ററാണ്. പിന്നെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഡെൽറ്റ 0 ആണ്. ഓക്കെ, ഇനി അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് എൻഡ് ആണ്. അതുകൊണ്ട് എയിലുള്ള സ്ലോപ്പിനെ θA = 0 എന്ന് വിളിക്കാം. ബി എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻ്റ് ആണ്. അറ്റ് ബി തീറ്റേനെ നമുക്ക് θB എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് സ്പാൻ ബി സി എടുക്കാം. സ്പാൻ ബി സി എടുക്കുമ്പോൾ എന്തായിരിക്കും? ഇതാണ് ബി സി. സി എന്ന് പറഞ്ഞ ഒരു ഹിഞ്ച്ഡ് എൻഡ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻ്റ് ആണ്. അതിൻ്റെ അകത്ത് 30 kN/m യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് 4 മീറ്ററാണ്.
അപ്പോൾ സ്പാൻ ബി സിയുടെ ഫ്ലെക്സറൽ റിജിഡിറ്റി ഇ ഐ തന്നെയാണ്, ലെങ്ത് 4 മീറ്റർ ആണ്, ഡെൽറ്റ 0 ആണ്. അറ്റ് ബി തീറ്റയെ നമുക്ക് തീറ്റ ബി എന്ന് വിളിക്കാം. അറ്റ് സി ഹിഞ്ചഡൻ്റ് ആണ്, അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് തീറ്റ സി എന്നും വിളിക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ആ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം എ ബി എന്ന് പറയുന്ന സ്പാനിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫൈനൽ എൻഡ് മൊമെൻ്റാണ് എം എ ബി, ഇവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻ്റാണ് എം ബി എ. ഇതാണ് ആദ്യം എഴുതാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും എം ബി സി, ഇവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും എം സി ബി. ഈ 4 ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എം എ ബി is equal to എം എഫ് എ ബി പ്ലസ് 2ei/L into 2θa പ്ലസ് θb മൈനസ് 3Δ/L. അപ്പോൾ നമുക്കറിയാം എം എഫ് എ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് -30 ആണ്. 2ei അതുപോലെ എഴുതി. ലെങ്ത് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തീറ്റ എ 0യും ഡെൽറ്റ 0യാണ്, തീറ്റ ബി അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എം എ ബി is equal to -30 പ്ലസ് 2ei/2 into θb. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ എ ആയിട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ എ. ഓക്കെ, ഇനി അടുത്തത് എം ബി എ. എം ബിയുടെ ഇക്വേഷൻ എം എഫ് ബി എ പ്ലസ് 2ei/L into 2θa പ്ലസ് θb മൈനസ് 3Δ/L. അപ്പോൾ ഇതിൻ്റെ അത് എം എഫ് എ ബി എന്ന് പറഞ്ഞാൽ 30 ആണ്. 2ei അതുപോലെ എഴുതി. ലെങ്ത് എന്ന് വെച്ചാൽ 4 മീറ്റർ ആണ്. എ ബി എന്ന് പറയുന്ന സ്പാനിൻ്റെ ലെങ്ത് 4 മീറ്റർ ആണ്. തീറ്റ എയും ഡെൽറ്റയും 0 ആണ്. 2θb അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ എം ബി എ is equal to 30 പ്ലസ് ei into θb എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ ബി ആയിട്ട് എഴുതുക. അടുത്തത് നമുക്ക് സ്പാൻ ബി സിയിലേക്ക് പോകാം. അപ്പോൾ ബി സി എന്ന് പറയുന്ന സ്പാനിൽ ആക്ട് ചെയ്യുന്ന ആദ്യത്തെ മൊമെൻറ്റ് എം ബി സി ആണ്. അതിൻ്റെ ഇക്വേഷൻ എം എഫ് ബി സി പ്ലസ് 2ei/L into 2θb പ്ലസ് θc മൈനസ് 3Δ/L. ഓക്കെ, അപ്പോൾ എം എഫ് ബി സി -14 കിട്ടിയിട്ടുണ്ട്. 2ei അതുപോലെ എഴുതി. സ്പാൻ ബി സി എന്ന് പറയുന്നതിൻ്റെ സ്പാൻ 4 മീറ്റർ ആണ്. ഇനി തീറ്റ ബിയും തീറ്റ സിയും ഉണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലേ. അപ്പോൾ 2θb പ്ലസ് θc അതുപോലെ എഴുതി. ഡെൽറ്റയുടെ വാല്യൂ 0. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം ബി സി is equal to -40 പ്ലസ് ei θb പ്ലസ് ei/2 into θc. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ സി എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് എം സി ബി ആണ്. എം എഫ് സി ബി പ്ലസ് 2ei/L into θb പ്ലസ് 2θc മൈനസ് 3Δ/L. എം എഫ് സി ബിയുടെ വാല്യൂ +40 ആണ്. 2ei അതുപോലെ എഴുതി. ലെങ്ത് 4 മീറ്റർ. θb പ്ലസ് 2θc അതുപോലെ എഴുതി. ഡെൽറ്റ 0. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എം സി ബി is equal to 40 പ്ലസ് ei/2 into θb പ്ലസ് ei into θc. ഇത് നമുക്ക് ഇക്വേഷൻ ഡി ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു കോളം മെമ്പർ കൺസിഡർ ചെയ്യാനുണ്ട് അല്ലേ. നമ്മുടെ പോർട്ടൽ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ മെമ്പർ ബി ഡി ആണ്. അതിനകത്ത് ഡി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡും ബി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ അറ്റ് ബി തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ബി ആയിരിക്കും. അറ്റ് ഡി തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഡി എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആണ് അല്ലേ. ഇവിടുത്തെ സ്പാൻ എന്ന് വെച്ചാൽ 4 മീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ സ്പാൻ ബി ഡിയുടെ ei അതുപോലെ തന്നെ എഴുതാം. ലെങ്ത് 4 മീറ്റർ ആണ്. ഡെൽറ്റ 0 ആണ്. തീറ്റ ബി ഉണ്ട്, തീറ്റ ഡി ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് നോക്കാം. എം ബി ഡി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ ആക്ട് ചെയ്യുന്നത് എം ഡി ബിയും ഇവിടെ ആക്ട് ചെയ്യുന്നത് എം ബി ഡിയും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആദ്യം എം ബി ഡി is equal to എം എഫ് ബി ഡി പ്ലസ് 2ei/L into 2θb പ്ലസ് θd മൈനസ് 3Δ/L. ഇതിനകത്ത് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് അറ്റ് ബി ഡി 0 ആയിരുന്നു, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു. പ്ലസ് 2ei/L ലെങ്ത് 4 മീറ്റർ തന്നെയാണ്. തീറ്റ ബി അതുപോലെ, അപ്പോൾ 2θb ഇത് രണ്ടും 0 ആണ്, -0. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എം ബി ഡി is equal to ei into θb എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ ഇ എന്ന് എഴുതാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എം ഡി ബി. എം ഡി ബിയുടെ ഇക്വേഷൻ എം എഫ് ഡി ബി പ്ലസ് 2ei/L into 2θd പ്ലസ് θb മൈനസ് 3Δ/L. ഓക്കെ, അപ്പോൾ ഡി ആണ് പ്രിഫറൻസ് എങ്കിൽ തീറ്റ ഡി ആണ് ഇൻറ്റു 2 വരുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് പ്രിഫറൻസ് എങ്കിൽ തീറ്റ ബിയുടെ കൂടെ ആയിരിക്കും ഇൻറ്റു 2 വരുന്നത്. ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് അറ്റ് ഡി, അതാണ് എം എഫ് ഡി ബി. അത് ഓൾറെഡി 0 ആയിരുന്നു. 2ei അതുപോലെ എഴുതി. ലെങ്ത് 4 മീറ്റർ ആണ്. തീറ്റ ഡി 0, ഡെൽറ്റ 0, തീറ്റ ബി അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് എം ഡി ബി is equal to ei/2 into തീറ്റ ബി എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എഫ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അൺനോൺസ് ആയിട്ട് തീറ്റ ബിയും തീറ്റ സിയും ആണ് ഉള്ളത്. അപ്പോൾ ഈ അൺനോൺസിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന പോർട്ടൽ ഫ്രെയിം. എയും ഡിയും ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിൽ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. ബി എന്ന് പറഞ്ഞ ഒരു ജോയിൻറ്റും സി എന്ന് പറഞ്ഞ ഒരു ഹിഞ്ച്ഡ് എൻഡുമാണ്. അപ്പോൾ ഈ
രണ്ട് പോയിന്റിൽ നമുക്ക് ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇതിൽ തന്നെ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാ എ ബി സ്പാനിൽ നിന്ന് വരുന്ന എം ബി എ ഉണ്ട്, ബി സി സ്പാനിൽ നിന്ന് വരുന്ന എം ബി സി ഉണ്ട്, ഡി ബി സ്പാനിൽ നിന്ന് വരുന്ന എം ബി ഡി ഉണ്ട്. അപ്പോൾ അറ്റ് ബി 3 മൊമെൻറ്റുകളാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സി എന്ന് പറയുന്ന എൻഡ്, ലാസ്റ്റ് ഹിഞ്ച് എൻഡ്, അവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു മൊമെൻ്റാണ് എം സി ബി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹിയർ ജോയിൻറ്റ് എ ആൻഡ് ജോയിൻറ്റ് ഡി ആർ ഫിക്സ്ഡ്, സോ വി കനോട്ട് അപ്ലൈ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ എ ആൻഡ് ഡി, സോ കൺസിഡർ ദ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഫോർ ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതാം. ആദ്യം അറ്റ് ജോയിൻറ്റ് ബി നമുക്ക് എഴുതാം സം ഓഫ് മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബിയിൽ ആക്ട് ചെയ്യുന്ന 3 മൊമെൻ്റാണ് എം ബി എ പ്ലസ് എം ബി സി പ്ലസ് എം ബി ഡി. ഓക്കെ, അപ്പോൾ എം ബി എയുടേത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ ബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എം ബി സി എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ നമ്പർ സിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എം ബി ഡി എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ബി എക്ക് പകരം 30 പ്ലസ് ഇ ഐ ഇൻറ്റു തീറ്റ ബി, എം ബി സിക്ക് പകരം -40 പ്ലസ് ഇ ഐ ഇൻറ്റു തീറ്റ ബി പ്ലസ് ഇ ഐ ബൈ 2 ഇൻറ്റു തീറ്റ സി, എം ബി ഡിക്ക് പകരം ഇ ഐ ഇൻറ്റു തീറ്റ ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? തീറ്റ ബിയുടെ 2 ടേമാണുള്ളത്, 3 ടേമാണുള്ളത്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 1 + 2 + 3, അപ്പോൾ 3 ഇ ഐ തീറ്റ ബി എന്ന് വരും. ഇനി തീറ്റ സിയുടെ ഒറ്റ ടേമേ ഉള്ളൂ, ഇ ഐ ഇൻറ്റു തീറ്റ സി, അതുപോലെ എഴുതി. ഇനി അടുത്തത് ഇതാ -40 + 30 തമ്മിൽ ആഡ് ചെയ്താൽ -10 ആണ് കിട്ടുന്നത്. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 10 ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് നമുക്ക് ജോയിൻറ്റ് സി എടുക്കാം. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? സം ഓഫ് മൊമെൻ്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സി എന്ന് പറയുന്ന ജോയിൻറ്റ് ഒറ്റ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുള്ളൂ. എം സി ബി ഈസ് ഈക്വൽ ടു 0. എം സി ബിയുടെ ഇക്വേഷൻ ഡി ആണ്, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 40 പ്ലസ് ഇ ഐ ബൈ 2 ഇൻറ്റു തീറ്റ ബി പ്ലസ് ഇ ഐ ഇൻറ്റു തീറ്റ സി ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ ഇ ഐ ബൈ 2 ഇൻറ്റു തീറ്റ സി പ്ലസ് ഇ ഐ ഇൻറ്റു തീറ്റ സി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 40 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -40 ആവും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിൽ സോൾവ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ൽ തീറ്റ ബി തീറ്റ സി അൺനോൺ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2ലും തീറ്റ ബി തീറ്റ സി അൺനോൺ ഉണ്ട്. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ തീറ്റ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് തീറ്റ ബി ഈസ് ഈക്വൽ ടു 10.91 ബൈ ഇ ഐ, തീറ്റ സി ഈസ് ഈക്വൽ ടു -45.45 ബൈ ഇ ഐ. ഓക്കെ, അപ്പോൾ തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂ നമ്മുടെ ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ എ ബി സി ഡി ഇ എഫ് 6 ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 6 ഇക്വേഷനിലും തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 കാൽക്കുലേഷൻ ഓഫ് ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ്. ഇക്വേഷൻ നമ്പർ എയിൽ നിന്ന് എം എ ബി എഴുതാം. എം എ ബിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. -30 പ്ലസ് ഇ ഐ ബൈ 2 ഇൻറ്റു തീറ്റ ബി, -30 അതുപോലെ എഴുതി, ഇ ഐ ബൈ 2 അതുപോലെ എഴുതി. തീറ്റ ബിക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച 10.91 ബൈ ഇ ഐ. ഇ ഐയും ഇ ഐയും ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -24.55 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എം എ ബി കിട്ടി. സിമിലർലി ബാക്കി ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. എം ബി എയുടെ ഇക്വേഷൻ ഇതായിരുന്നു, 30 പ്ലസ് ഇ ഐ ഇൻറ്റു തീറ്റ ബി, 30 അതുപോലെ എഴുതി, ഇ ഐ അതുപോലെ എഴുതി. തീറ്റ ബിക്ക് പകരം 10.91 ബൈ ഇ ഐ. ഇ ഐയും ക്യാൻസൽ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 40.91 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഫ്രം ഇക്വേഷൻ സി എം ബി സി ആണ്. എം ബി സിയുടെ ഇക്വേഷൻ ഇത്രയും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, തീറ്റ സിന് പകരം -45.45 ഇൻറ്റു ഇ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ ഐ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയുക, അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -51.82 kN മീറ്റർ എന്ന് കിട്ടും. അടുത്തത് ഫ്രം ഇക്വേഷൻ ഡി നമുക്ക് എം ബി സി കിട്ടും. എം ബി സിയുടെ ഇക്വേഷൻ ഇതായിരുന്നു. അതിൻ്റെ അകത്ത് തീറ്റ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എം ബി ഡി ആണ്. നമ്മുടെ കോളം മെമ്പർ, വെർട്ടിക്കൽ മെമ്പറിൽ വരുന്ന ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ് ആണ്. എം ബി ഡി ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു തീറ്റ ബി എന്നായിരുന്നു ഇക്വേഷൻ നമ്പർ ഇയിലാണ് ഉണ്ടായിരുന്നത്. തീറ്റ ബിക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ ഐയും ക്യാൻസൽ ചെയ്താൽ ബാക്കി 10.91 kN മീറ്റർ എന്ന് കിട്ടും. അടുത്തത് എം ഡി ബി, അതിൻ്റെ ഇക്വേഷൻ ഇ ഐ ബൈ 2 ഇൻറ്റു തീറ്റ ബി എന്നായിരുന്നു. ഇ ഐയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 5.46 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഫൈനൽ എൻഡ് മൊമെൻറ്റ്സും കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഫിഗർ വരിക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 ഫൈനൽ
ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന പോർട്ടൽ ഫ്രെയിം ഇതായിരുന്നു. എ ഫിക്സ്ഡ് എൻഡ്, ഇത് ഹിഞ്ച്ഡ് എൻഡ്, ഇത് ഫിക്സ്ഡ് എൻഡ്. ഇനി ബി ഡി എന്ന് പറയുന്നതിനകത്ത് എക്സ്റ്റേണൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ മെമ്പർ നമുക്ക് അതുപോലെ അങ്ങ് ഇടാം. കാരണം അവിടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ലോഡൊന്നും തരാത്തതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ബീം പോർഷന് രണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറയുന്നതിന് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ നടുക്കൊരു 60 kN ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്പാൻ 4 മീറ്ററാണ്. ഇനി ബി സി എന്ന് പറയുന്ന അടുത്തൊരു ബീമായിരുന്നു. അവിടെ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്താൽ 30 kN ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്പാൻ 4 മീറ്ററാണ്. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ടിലും ഫ്രീ മൊമെൻറ്റ്സ് 0 ആയിരിക്കും. നടുക്കായിരിക്കും മാക്സിമം മൂവ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ WL/4, തന്നേക്കുന്ന ലോഡ് 40, ലെങ്ത്ത് 4 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 60 kN കിട്ടും. ഓക്കെ, സിമിലർലി അടുത്ത ബി സി എന്ന് പറയുന്ന സിംപ്ലി സപ്പോർട്ടാണ്. അവിടെ രണ്ടും മൊമെൻറ്റ് 0 ആണ്. നടുക്കായിരിക്കും മാക്സിമം. അതിൻ്റെ ഇക്വേഷൻ WL²/8 ആണ്. W എന്ന് പറഞ്ഞാൽ 30, L എന്ന് വെച്ചാൽ 4, 30 × 40, 4²/8 സോൾവ് ചെയ്യുമ്പോൾ 16 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വരക്കണമെങ്കിൽ പോയിന്റ് ലോഡുള്ളിടത്ത് ഇത് ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. UDL ഉള്ളിടത്ത് ഇത് പാരാബോളിക് ആയിരിക്കും. ഇവിടെ 60 kN എന്നും ഇവിടെ 60 kN എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി അടുത്ത് നമുക്ക് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഫൈനൽ എൻഡ് മൊമെന്റ് ഡയഗ്രാം മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബീമിലെ പോർഷൻ ABC എന്ന് പറഞ്ഞാൽ ബീമിലെ പോർഷനാണ്. അത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യുക. എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, ബി മാർക്ക് ചെയ്യുക, സി മാർക്ക് ചെയ്യുക. അതെല്ലാം കൂടി ഇൻക്ലൈൻഡ് ആയിട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ എ ബിയിൽ നമുക്ക് കിട്ടിയത് 24.5 ആണ്. അതിൻ്റെ സൈൻ നോക്കണ്ട. ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് എന്താണോ അതിൻ്റെ സൈൻ നോക്കണ്ട, അത് ജസ്റ്റ് മുകളിലേക്ക് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്നത് MAB ആണ്, അത് 24.55 ആണ്. ഓക്കെ, ഇനി MBA അവിടെ ആക്ട് ചെയ്യുന്നത് 40.91 ആണ്. ഓക്കെ, ഇനി അടുത്തത് ബിയിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് 51.58 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബീം പഠിപ്പിച്ചപ്പോൾ, കണ്ടിന്യൂസ് ബീം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബി എന്ന പോയിന്റിൽ രണ്ട് മൊമെൻറ്റും ഒരേ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്, അല്ലേ? MBA ഇതും MBC എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഇത് രണ്ടും സെയിം ആയിരിക്കുമെന്നാണ് ഞാൻ കണ്ടിന്യൂസ് ബീമിൻ്റെ കേസിൽ പറഞ്ഞത്. പക്ഷേ പോർട്ടൽ ഫ്രെയിമിൽ അത് സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പോർട്ടൽ ഫ്രെയിമിൽ ബി എന്ന് പറയുന്നിടത്ത് 3 മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ 3 മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം ഒരേ വാല്യൂ ആവണമെന്ന് നിർബന്ധമില്ല. 3ഉം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 0 വരേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ MBAയും MBCയും രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ MBAയുടെ വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്തു. MBCയുടെ എന്ന് പറയുമ്പോൾ 51 കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് വാല്യൂ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ആദ്യത്തത് ചെറിയ വാല്യൂ, രണ്ടാമത്തത് വലിയ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത് MCBയുടെ വാല്യൂ 0. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ആദ്യം ഒന്ന് വരക്കാം. 24ൽ നിന്ന് നേരെ 40ലേക്കാണ് പോകുന്നത്. 40ൽ നിന്ന് നേരെ 51ലേക്ക് റൈസ് ചെയ്തു. 51ൽ നിന്ന് നേരെ 0ലേക്ക് വരും. ഇതാണ് ABC എന്ന് പറയുന്ന നമ്മുടെ ബീം പോർഷനിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് താഴെ നമ്മുടെ വെർട്ടിക്കൽ കോളം പോർഷനുണ്ട്. അപ്പോൾ BD എന്ന് പറയുന്ന കോളം പോർഷനാണ്. ഇതാണ് B, ഇതാണ് D. ഓക്കെ, ഇനി ഇതിൻ്റെ സൈൻ നമ്മൾ പറഞ്ഞായിരുന്നു. MBDയിൽ ആക്ട് ചെയ്യുന്ന 10.9, MDBയിൽ ആക്ട് ചെയ്യുന്ന 5.46. അപ്പോൾ ഡിയിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് ഇതാണ്. ഡിയിൽ ആക്ട് ചെയ്യുന്നത് അത് പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്കാണ് വരക്കേണ്ടത്. ഇനി BDയിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബിയിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റാണ് ഇത്, അതും പോസിറ്റീവാണ്. അത് നമ്മൾ ലെഫ്റ്റിലേക്കാണ് വരക്കേണ്ടത്. അത് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൈൻ ശ്രദ്ധിക്കുക. താഴത്തെ എടുക്കുമ്പോൾ പോസിറ്റീവ് നമ്മൾ റൈറ്റിലേക്കും, മുകളിലത്തെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ പോസിറ്റീവ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് യോജിപ്പിക്കുക. അകത്ത് പോസിറ്റീവ് മാർക്ക് ചെയ്യുക. ഇവിടെ 10.91, ഇവിടെ 5.46 എന്ന് മാർക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് ബീം പോർഷൻ നമ്മൾ സാധാരണ വരക്കുന്ന പോലെയാണ് വരച്ചത്. കോളം പോർഷനിൽ മാത്രമാണ് സൈൻ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഇൻഡിവിജ്വലി അല്ല വരക്കേണ്ടത്, നമുക്കിത് ഒരുമിച്ചാണ് വരക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബീമിൽ ഇത് ഒരുമിച്ച് വരക്കുക. ഇതാണ് നമ്മുടെ ബീം AB. അപ്പോൾ അതിനകത്ത് ഇത് ആദ്യം എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി അതിൻ്റെ അകത്ത് ഇതായിരുന്നു നമ്മുടെ ഫൈനൽ എൻഡ് മൊമെൻറ്റ് ഡയഗ്രാം, അത് വരച്ചു. അതിൻ്റെ താഴെ ഈ കാണുന്നതും എൻഡ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫിഗർ വരക്കുക. ഇനി ഫിഗറിൻ്റെ അകത്തുനിന്ന് ഓരോ പോയിൻറ്റും, ഇത് 24.54, ഇത് 60. ഇനി ഈ വാല്യൂ, ആദ്യത്തെ വാല്യൂ 40.96, അതിൻ്റെ മുകളിലുള്ള വാല്യൂ 51.84, ഈ വാല്യൂ 60,
ഈ വാല്യൂ 0, ഇവിടുത്തെ വാല്യൂ 10.91, ഈ ഒരു വാല്യൂ 5.46. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് ഇനി ചെയ്യേണ്ടത് കോമൺ ആയിട്ടുള്ള പോയിന്റ് ഒഴിവാക്കി ബാക്കിയുള്ളതിനെ ഷെയ്ഡ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാ എ ബി പോർഷൻ എടുത്താൽ ഇതാണ് നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇതായിരുന്നു നമ്മുടെ ഫൈനൽ എൻഡ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്. അപ്പോൾ ഇത് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കി ബാക്കി ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ടാമത്തെ സ്പാൻ എടുത്താൽ ഇതായിരുന്നു ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇതാണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഇതാണ്, അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി താഴെ നമുക്ക് ഒറ്റ ഡയഗ്രാമേ ഉള്ളൂ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ സൈൻ എടുക്കുമ്പോഴും ഇതാണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ളത് പോസിറ്റീവ്, അതിൻ്റെ താഴത്തേക്കുള്ളത് നെഗറ്റീവ്, ആ രീതിയിലാണ് വരക്കേണ്ടത്. ഇവിടുത്തെ സൈൻ ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നേക്കുന്ന ആ ഫിഗറിനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ എ ബി സി ഡി, ഇതാണ് എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ്. ഇതായിരുന്നു നമ്മുടെ ബീമിൻ്റെ സ്പാൻ. ഇതായിരുന്നു നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ എൻഡ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഇനി അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളത് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഷെയ്ഡ് ചെയ്യുക. ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തു, ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തു, ഈ കംപ്ലീറ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്തു. ഇവിടെ ആകെ ഒരൊറ്റ പോർഷനേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തു. സൈനും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. സൈന് ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതിൻ്റെ പോസിറ്റീവ് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ താഴത്താണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചപ്പോഴേ അത് പോസിറ്റീവാണ്. അപ്പോൾ കോളത്തിൻ്റെ പോർഷനിൽ, ഈ താഴത്തെ കോളത്തിൻ്റെ പോർഷനിൽ നമ്മൾ ഒരു ലൈൻ്റെ മുകളിലാണോ താഴെയാണോ എന്നുള്ളതല്ല, നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂ എന്താണോ അതേ സൈൻ തന്നെയാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, ഈ ബീം പോർഷനിലാണ് നമ്മൾ ഈ ഒരു ലൈനാണ് എടുക്കുന്നത്. ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴത്തേക്കുള്ള നെഗറ്റീവ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. താങ്ക് യു.